ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ലോഗർ. എൻ്റെ പേര് സ്റ്റെഫി. അപ്പം നമുക്കിന്ന് എക്സസൈസ് 7.2 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇന്റഗ്രൽ ഓഫ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഇതെങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, അത് ഇച്ചിരി പാടാ അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യും. ഇപ്പൊ നമ്മളിവിടെ നോക്കിക്കേ, നമ്മുടെ ഇന്റഗ്രന്റ് നോക്കിക്കേ. ഇവിടെ ആരുടെയെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇവിടെ കിടപ്പുണ്ടോ? നോക്കിക്കേ, 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. അതാണ് ന്യൂമറേറ്ററിൽ കിടപ്പില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ? അതായത് 1ന്റെ ഡെറിവേറ്റീവ് 0, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x with respect to dx with respect to x, that is into is equal to dt അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2x dx, ഈ 2x dxന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? dt എന്ന് കൊടുക്കാം. നോക്കേ, dt എന്ന് കൊടുക്കാം അല്ലേ? അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ ഇന്നൊന്ന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നോക്ക്, അപ്പൊ 2x dxന് പകരം നമുക്ക് dt എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് നമ്മൾ എന്താ ഇവിടെ കൊടുത്തത്? ടി. അപ്പൊ അതിന് എന്ത് കൊടുക്കാം? ടി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ എന്താ? 1 ബൈ ടി ഡി ടി. അതായത് 1 ബൈ ടി വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? 1 ബൈ ടി, 1 ബൈ എക്സിന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? ലോഗ് മോഡ് എക്സ് ആയിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? ലോഗ് മോഡ് ടി പ്ലസ് ടി എന്ന് വരും അല്ലേ? കഴിഞ്ഞോ? ഇല്ല. ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ എന്താണോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതായത് ലോഗ് മോഡ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഫൈൻഡ് ദ ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ്. ഇവിടെ നോക്ക്, ഇവിടെ താഴെ കണ്ടോ ഒരു എക്സ് ഉണ്ട് അല്ലേ? അതായത് 1 ബൈ എക്സ് ഉണ്ട് ഇവിടെ. ഇവിടെ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1 ബൈ എക്സ് അല്ലേ? അപ്പൊ നമുക്ക് ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ലോഗ് എക്സിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതായത് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കാം. ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ബൈ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ഓക്കെ, ഇവിടെ നോക്ക്, ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 ബൈ എക്സ് ഡി എക്സ് ഇങ്ങനെ വരും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1 ബൈ എക്സ് ഡി എക്സിന് പകരം എന്ത് കൊടുക്കാം? ഡി ടി എന്ന് കൊടുക്കാം. ഈ ലോഗ് എക്സിന് പകരം ഞാൻ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ടി ആണ്. അപ്പൊ നമുക്ക് എന്തെങ്ങനെ എഴുതാം? ഇതെങ്ങനെ മാറും? ടി സ്ക്വയർ ഡി ടി. 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ആണ്. അതായത് ഇപ്പൊ എന്ത് വന്നു? ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ഡി ടി എന്ന് വന്നു അല്ലേ? അതായത് എങ്ങനെ ഇന്റഗ്രൽ കാണുന്നേ? എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? എക്സ് പവർ എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അതായത് അതിവിടെ കൊടുക്കുക. എന്ത് വരും? ടി റേസ് ടു 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 പ്ലസ് സി. എന്ത് വരും? ടി റേസ് ടു 3 ബൈ 3 പ്ലസ് സി. ടിക്ക് നമ്മൾ എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? ലോഗ് എക്സ് എന്നായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചവിടെ കഴിഞ്ഞല്ലോ. അപ്പം നമുക്ക് ലോഗ് എക്സ് the whole power 3 divided by 3 plus c. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.